സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ടാന്ന് പറയുന്നു, നമുക്ക് ആദ്യം വേണ്ടാന്ന് പിന്നീട് അതിലേക്ക് നമുക്ക് ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര അതിലുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ ബന്ധപ്പെട്ടു പോയില്ല എന്ന് വെച്ചാൽ ചെയ്തു പോയില്ല. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിൽ നിന്ന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യങ്ങൾ പിടിച്ച് അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുള്ള അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അതൊരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് സാർ ഡോമിനിക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി അത് ഇഷ്ടമുള്ളത്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് നോക്കാം. ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ വന്നിട്ടുണ്ടല്ലോ ശരിക്കും. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചെന്ന് കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കുന്ന ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അന്നൊരു 10-20 വർഷമായില്ലേ, 2005. 20 വർഷം കൃത്യം. അന്ന് അനുപെഴുതിയ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ല, ഇയാള് സസ്പെൻഡാണ്. റിട്ടയറിംഗ് പോലീസ്. അതേ റിട്ടയർമെന്റ് ആണ്. ഇപ്പൊ പുള്ളി അത് ചെങ്ങടുത്ത് വേറെ കഥകളുണ്ടല്ലോ, അതൊക്കെയൊന്നും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇതോടെ പോയതേ തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ. പുള്ളി പോയിട്ടില്ല. എന്റെ പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഞാൻ കഥ കേട്ടോടെ പുള്ളി ബസ് കയറിയെന്നാ പറഞ്ഞത്. നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയും. നമ്മൾ ആദ്യമായിട്ട് ഇംപ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം. ജീവിതം അധികമൊന്നും നമുക്ക് ഉപയോഗിക്കാം.